ഓം ശാന്തി. 17/6/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, സൂര്യവംശി രാജ്യപദവി പ്രാപ്തമാക്കുന്നതിന് വേണ്ടി തൻ്റേതെല്ലാം ബാബയിൽ സ്വാഹ ചെയ്യൂ. സൂര്യവംശി രാജ്യപദവി എന്നാൽ എയർ കണ്ടീഷൻ ടിക്കറ്റാണ്. ചോദ്യം: ഈ ലോകത്തിൽ നിങ്ങൾ കുട്ടികളെക്കാളും ഭാഗ്യശാലികളായി മറ്റാരും തന്നെ ഇല്ല. എങ്ങനെ? ഉത്തരം: നിങ്ങൾ കുട്ടികളുടെ സന്മുഖത്ത് പരിധിയില്ലാത്ത ബാബയുണ്ട്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്താണ് ലഭിക്കുന്നത്. ഈ സമയം നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛൻ്റെയും ടീച്ചറിൻ്റെയും സദ്ഗുരുവിൻ്റെയുമായി മാറി പരിധിയില്ലാത്ത പ്രാപ്തി എടുക്കുന്നു. ലോകത്തിലുള്ളവർക്ക് ബാബയെ അറിയുകയില്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഭാഗ്യശാലികളായി മാറാൻ എങ്ങനെ സാധിക്കും? ഗീതം: വളരെ ഭാഗ്യശാലികളാണ്. ഓം ശാന്തി. ബ്രാഹ്മണകുലഭൂഷണരായ കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണ സമ്പ്രദായത്തിലുള്ളവരാണ്. പിന്നീട് ദൈവിക സമ്പ്രദായത്തിലുള്ളവരായി മാറും. കുട്ടികൾക്ക് അച്ഛൻ മനസ്സിലാക്കി തരുന്നു, പരിധിയില്ലാത്ത അച്ഛൻ സന്മുഖത്തുണ്ടെങ്കിൽ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. പിന്നെ എന്താണ് വേണ്ടത്? എപ്പോൾ മുതലാണ് ഭക്തിമാർഗം തുടങ്ങുന്നത് എന്ന് ആർക്കും അറിയില്ല. ഭക്തിമാർഗത്തിലുള്ള ഭക്തർ ഭഗവാനെ അഥവാ വധുക്കൾ വരനെയാണ് ഓർമ്മിക്കുന്നത്. എന്നാൽ അറിയില്ല എന്നതാണ് അത്ഭുതം. പ്രിയതമയ്ക്ക് പ്രിയതമനെ അറിയില്ല എന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അറിയില്ലെങ്കിൽ ഓർമ്മിക്കാനേ സാധിക്കില്ല. ഭഗവാൻ എല്ലാവരുടെയും അച്ഛനാണ്. കുട്ടികൾ അച്ഛനെയാണ് ഓർമ്മിക്കുന്നത്. എന്നാൽ തിരിച്ചറിവില്ലാതെ ഓർമ്മിക്കുന്നത് വെറുതെയാണ്. അതിനാൽ അങ്ങനെ ഓർമ്മിക്കുന്നതിലൂടെ ഒരു ലാഭവും ഉണ്ടാകുന്നില്ല. ഓർമ്മിക്കുമ്പോഴും ആരും തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. ഭഗവാൻ ആരാണ്, ഭഗവാനിൽ നിന്ന് എന്താണ് ലഭിക്കുന്നതെന്നും അറിയില്ല. ക്രിസ്തു, ബുദ്ധൻ എന്നീ ധർമ്മസ്ഥാപകരെ അവരുടെ ശിഷ്യർ ഓർമ്മിക്കുന്നുണ്ട്. എന്നാൽ അവരെയെല്ലാം ഓർമ്മിക്കുന്നതിലൂടെ എന്താണ് ലഭിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇതിലും നല്ലത് ഭൗതിക പഠിപ്പാണ്. ലക്ഷ്യം ബുദ്ധിയിലുണ്ടായിരിക്കുമല്ലോ. അച്ഛനിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? ടീച്ചറിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? ഗുരുവിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? ഇത് മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾ ആദ്യം അച്ഛൻ്റെ, പിന്നീട് ടീച്ചറുടെ, അതിനുശേഷം ഗുരുവിൻ്റേതായി മാറുന്നു. അച്ഛനും ടീച്ചറിലും വെച്ച് ഉയർന്നത് ഗുരുവാണ്. ഇപ്പോൾ നമ്മൾ ബാബയുടേതായി മാറി എന്ന നിശ്ചയം കുട്ടികൾക്കുണ്ടായി കഴിഞ്ഞു. ബാബ 5000 വർഷം മുൻപത്തേതുപോലെ നമ്മളെ വന്ന് സ്വർഗത്തിൻ്റെ അധികാരികളാക്കി മാറ്റുകയാണ്. അല്ലെങ്കിൽ ശാന്തിധാമത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ബാബ പറയുന്നു, ഓമനകളായ കുട്ടികളെ, നിങ്ങൾ എന്നിൽ നിന്ന് സമ്പത്തെടുക്കുമല്ലോ. എല്ലാ കുട്ടികളും പറയും, അതെ ബാബ, എന്തുകൊണ്ടെടുക്കില്ല? ശരി, ചന്ദ്രവംശത്തിലെ രാമന്റെ പദവി സ്വീകരിക്കാൻ സമ്മതമാണോ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ബാബ സമ്മാനവും കൊണ്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ സൂര്യവംശത്തിലെ ലക്ഷ്മിയെ വരിക്കുമോ അതോ ചന്ദ്രവംശത്തിലെ സീതയെ ആണോ? നിങ്ങൾ നിങ്ങളുടെ മുഖമൊന്ന് നോക്കൂ. ശ്രീനാരായണനെ അഥവാ ശ്രീലക്ഷ്മിയെ വരിക്കാനുള്ള യോഗ്യതയുണ്ടോ? യോഗ്യതയുള്ളവരായി മാറാതെ എങ്ങനെ വരിക്കും? ബാബ മനസ്സിലാക്കി തരുന്നു, കൽപ്പം മുൻപ് മനസ്സിലാക്കി തന്ന പോലെ മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ വീണ്ടും വന്ന് സമ്പത്തെടുക്കുകയാണ്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്തെടുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം.
ലക്ഷ്യം സൂര്യവംശി രാജ്യപദവിയാണ്. രണ്ടാമത്തേതാണ് ചന്ദ്രവംശി. എയർ കണ്ടീഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് പോലെ. അപ്പോൾ സത്യയുഗത്തിലെ പൂർണ്ണ രാജധാനിയും എയർ കണ്ടീഷനാണ് എന്ന് മനസ്സിലാക്കൂ. എയർ കണ്ടീഷനേക്കാൾ ഉയർന്നത് മറ്റൊന്നുമില്ല. പിന്നീടാണ് ഫസ്റ്റ് ക്ലാസ്. അതിനാൽ ബാബ പറയുന്നു, നിങ്ങൾ എയർ കണ്ടീഷൻ സൂര്യവംശി രാജ്യപദവി എടുക്കുമോ അതോ ചന്ദ്രവംശിയാകുന്ന ഫസ്റ്റ് ക്ലാസ് ആണോ? അതിലും കുറവാണെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിലെ നമ്പർ വാറായുള്ള അവകാശിയായി മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാന രാജ്യപദവി ലഭിക്കും. അതുമില്ലെങ്കിൽ മൂന്നാം തരത്തിലുള്ള പ്രജയായി മാറും. അതിലും ടിക്കറ്റ് റിസർവ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് റിസർവ്, സെക്കൻഡ് ക്ലാസ് റിസർവ് സംഖ്യാക്രമത്തിലുള്ള പദവിയാണല്ലോ. എന്നാൽ സുഖം തന്നെ ആയിരിക്കും. വേറെ വേറെ കമ്പാർട്ട്മെന്റുകൾ ആയിരിക്കുമല്ലോ. ധനവാന്മാർ എയർ കണ്ടീഷനിലേക്കുള്ള ടിക്കറ്റാണ് എടുക്കുക. നിങ്ങളിൽ ആരാണ് ധനവാനായി മാറുന്നത്? ആരാണോ എല്ലാം ബാബയ്ക്ക് സമർപ്പിക്കുന്നത്? ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. ഭാരതത്തിൽ തന്നെയാണ് മഹിമ പാടാറുള്ളത്. ബാബയുടെ മഹിമയാണ് വ്യാപാരിയെന്നും രത്നാകരനെന്നും ജാലവിദ്യക്കാരനെന്നും, അല്ലാതെ കൃഷ്ണന്റേതല്ല. കൃഷ്ണൻ സമ്പത്തെടുത്ത് സത്യുഗത്തിലെ പ്രാപ്തി കരസ്ഥമാക്കി. കൃഷ്ണനും ബാബയുടേതായി മാറി. എവിടെ നിന്നെങ്കിലും പ്രാപ്തി കരസ്ഥമാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. ലക്ഷ്മി നാരായണൻ സത്യുഗത്തിൽ പ്രാപ്തിയെടുക്കും. തീർച്ചയായും ലക്ഷ്മി നാരായണൻ കഴിഞ്ഞ ജന്മത്തിൽ പ്രാപ്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും എന്ന് നിങ്ങൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ അറിയാം. നെഹ്റുവിൻ്റെ പ്രാപ്തി എത്ര നല്ലതായിരുന്നു! നല്ല കർമ്മം ചെയ്തിട്ടുണ്ടായിരിക്കും. ഭാരതത്തിൻ്റെ കിരീടമില്ലാത്ത ചക്രവർത്തിയായിരുന്നു. ഭാരതത്തിൻ്റെ മഹിമ ഒരുപാടുണ്ട്. ഭാരതത്തെപ്പോലെ ഉയർന്ന ദേശം മറ്റൊന്നില്ല. ഭാരതം പരമപിത പരമാത്മാവിൻ്റെ ജന്മസ്ഥലമാണ്. ഈ രഹസ്യം ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. പരമാത്മാവ് തന്നെയാണ് പകുതി കൽപ്പത്തിലേക്ക് വേണ്ടി എല്ലാവർക്കും സുഖവും ശാന്തിയും നൽകുന്നത്. ഭാരതം തന്നെയാണ് നമ്പർ 1 തീർത്ഥസ്ഥാനം. എന്നാൽ ഡ്രാമയനുസരിച്ച് അച്ഛനെ മറക്കുന്നതിലൂടെ സൃഷ്ടിയുടെ അവസ്ഥ എന്തായിരിക്കുന്നു? അതുകൊണ്ടാണ് ശിവബാബ വീണ്ടും വരുന്നത്. ആരെങ്കിലും നിമിത്തമായി മാറുമല്ലോ. ഇപ്പോൾ ബാബ പറയുന്നു, അശരീരിയായി ഭവിക്കൂ. സ്വയത്തെ ആത്മാവാണെന്ന് നിശ്ചയിക്കൂ. ആത്മാവാകുന്ന ഞാൻ ആരുടെ സന്താനമാണെന്ന് ആർക്കും അറിയില്ല. അത്ഭുതമല്ലേ? പറയുന്നുണ്ട്, ഓ ഗോഡ് ഫാദർ, ദയ കാണിക്കൂ എന്ന്. ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ ശിവൻ എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. ഇത് 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ബാബ വന്നാണ് പുതിയ ലോകമാകുന്ന സത്യുഗം സ്ഥാപിക്കുന്നത്. സത്യുഗത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളല്ല. അപ്പോൾ ഘോരമായ അന്ധകാരത്തിലല്ലേ? ബാബ എത്ര സഹജമായിട്ടാണ് മനസ്സിലാക്കി തരുന്നത്. ബാബയെ മാത്രം ഓർമ്മിക്കൂ. ഗൃഹസ്ഥത്തിലിരുന്നും കമലപുഷ്പ സമാനമായി മാറൂ. എല്ലാ അലങ്കാരങ്ങളും വിഷ്ണുവിനാണ് നൽകിയിട്ടുള്ളത്. ശംഖും കൊടുത്തിട്ടുണ്ട്, പുഷ്പവും കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ദേവതകൾക്കല്ലല്ലോ നൽകേണ്ടത്. ഇതെത്ര ഗൂഹ്യവും ഗംഭീരവുമായ കാര്യമാണ്. ബ്രാഹ്മണരുടെ അലങ്കാരമാണ്. എന്നാൽ ബ്രാഹ്മണർക്ക് എങ്ങനെ നൽകാനാണ്? ഇന്ന് ബ്രാഹ്മണനാണ്, നാളെ ശൂദ്രരായി മാറുന്നു. ബ്രഹ്മകുമാരന്മാരാണ് ശൂദ്രകുമാരന്മാരായി മാറുന്നത്. മായ വൈകിക്കില്ല. അഥവാ എന്തിലെങ്കിലും അശ്രദ്ധ കാണിച്ചു, ബാബയുടെ ശ്രീമത്തിലൂടെ നടന്നില്ല എങ്കിൽ, ബുദ്ധി മോശമായി എങ്കിൽ മായ
നല്ല രീതിയിൽ അടി തന്ന് മുഖം തിരിക്കുന്നു. മനുഷ്യർക്ക് ദേഷ്യം വരുമ്പോൾ പറയാറില്ലേ, അടിച്ച് മുഖം തിരിപ്പിക്കുമെന്ന്. അതിനാൽ മായയും ഇങ്ങനെയാണ്. ബാബയെ മറന്നാൽ മായ ഒരു സെക്കൻഡിൽ അടി തന്ന് മുഖം തിരിപ്പിക്കുന്നു. ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിക്കുന്നു. മായ സെക്കൻഡിൽ ജീവൻ മുക്തി ഇല്ലാതാക്കുന്നു. എത്ര നല്ല നല്ല കുട്ടികളെയാണ് മായ പിടിക്കുന്നത്. അശ്രദ്ധരാണോ എന്ന് മായ നോക്കി പെട്ടെന്ന് അടി തരുന്നു. ബാബ വന്ന് പഴയ ലോകത്തിൽ നിന്നും മുഖം തിരിപ്പിക്കുന്നു. ലൗകിക അച്ഛൻ പാവപ്പെട്ടവനായാൽ പഴയ കുടിലിൽ താമസിക്കുന്നു, പിന്നീട് പുതിയതുണ്ടാക്കുന്നു. അതിനാൽ ഇപ്പോൾ പുതിയ കെട്ടിടം തയ്യാറായാൽ നമ്മൾ പോയി താമസിക്കും എന്ന് കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ഈ പഴയ കെട്ടിടം പൊളിക്കും. ഇപ്പോൾ ബാബ നമുക്ക് വേണ്ടി ഉള്ളം കൈയിൽ സ്വർഗം അഥവാ വൈകുണ്ഠം കൊണ്ടുവന്നിരിക്കുകയാണ്. പറയുന്നു, ഓമനകളായ കുട്ടികളെ, ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ഈ കണ്ണുകളിലൂടെയാണ് കുട്ടികളെ കാണുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാനും ഡ്രാമയ്ക്ക് വശപ്പെട്ടിരിക്കുകയാണ്. ഡ്രാമയിലില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നല്ല. കുട്ടികൾക്ക് അസുഖമുണ്ടാകുമ്പോൾ ബാബ സുഖപ്പെടുത്തും എന്നല്ല. ഓപ്പറേഷൻ ഒഴിവാക്കി തരും അതുമില്ല. കർമ്മക്കണക്കുകൾ എല്ലാവരും അനുഭവിക്കുക തന്നെ വേണം. നിങ്ങളുടെ ശിരസിൽ ഒരുപാട് ഭാരമുണ്ട്. കാരണം നിങ്ങൾ ഏറ്റവും പഴയവരാണ്. സതോ പ്രധാനത്തിൽ നിന്നും തികച്ചും തമോപ്രധാനമായി മാറിയിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ബാബയെ ലഭിച്ചുവെങ്കിൽ ബാബയിൽ നിന്നും സമ്പത്തെടുക്കണം. കൽപ്പകൽപ്പം ഡ്രാമയനുസരിച്ച് നമ്മൾ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. സൂര്യവംശി, ചന്ദ്രവംശി കുലത്തിലുള്ളവർ തീർച്ചയായും വരും. ദേവതയായവർ ശൂദ്രരായി മാറി. വീണ്ടും അവർ തന്നെയാണ് ബ്രാഹ്മണരായി മാറി ദൈവിക സമ്പ്രദായത്തിലുള്ളവരായി മാറുന്നത്. ഈ കാര്യങ്ങൾ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികൾ ബാബയ്ക്ക് എത്ര മധുരമുള്ളവരാണ്. ബാബ പറയുന്നു, നിങ്ങൾ കൽപ്പം മുൻപത്തെ അതേ കുട്ടികളാണ്. ഞാൻ കൽപ്പകൽപ്പം നിങ്ങളെ വന്ന് പഠിപ്പിക്കുന്നു. എത്ര അത്ഭുതകരമായ കാര്യമാണ്. നിരാകാരനായ ഭഗവാന്റെ വാക്കുകളാണ്. ശരീരം കൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് സംസാരിക്കാൻ സാധിക്കില്ല. ആത്മാവ് വേറിടുകയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, അശരീരിയായി ഭവിക്കൂ. ഞാൻ ആത്മാവ് അവിനാശിയാണെന്ന് മനസ്സിലാക്കണം. ആത്മാവായ എന്നിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ബാബ സ്വയം പറയുന്നു, ആത്മാവാകുന്ന എന്നിൽ അഭിനയിക്കുന്നതിൻ്റെ പാർട്ടും അടങ്ങിയിട്ടുണ്ട്. ഭക്തിമാർഗത്തിൽ അവിടെ നിന്നാണ് ബാബയുടെ പാർട്ട്. എന്നാൽ ജ്ഞാനമാർഗത്തിൽ ഇവിടെ വന്നാണ് ജ്ഞാനം നൽകുന്നത്. ഭക്തിമാർഗത്തിലുള്ളവർക്ക് ജ്ഞാനത്തെക്കുറിച്ച് അറിയുക തന്നെയില്ല. മദ്യം കഴിക്കാത്തവർക്ക് അതിൻ്റെ രുചിയെക്കുറിച്ച് എങ്ങനെ അറിയാനാണ്? ജ്ഞാനമെടുത്താൽ മാത്രമേ അതിൻ്റെയും രുചി അറിയാൻ സാധിക്കുകയുള്ളൂ. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നുവെങ്കിൽ ജ്ഞാനസാഗരനായ ബാബയ്ക്ക് മാത്രമേ സദ്ഗതി നടത്താൻ സാധിക്കുകയുള്ളൂ. ബാബ പറയുന്നു, ഞാൻ എല്ലാവരുടെയും സദ്ഗതി ദാതാവാണ്. സർവോദയ ലീഡറല്ലേ? എത്ര വിധത്തിലുള്ള ലീഡർമാരാണ് ഉള്ളത്? വാസ്തവത്തിൽ സർവരിലും ദയ കാണിക്കുന്നത് ബാബയാണ്. ബാബയോട് പറയുന്നു, അല്ലയോ ഭഗവാനെ, ദയ കാണിക്കൂ. അതിനാൽ എല്ലാവരിലും ദയ കാണിക്കുന്നത് ബാബയാണ്. പിന്നീട് എല്ലാവരും പരിധിയുള്ള ദയ കാണിക്കുന്നവരാണ്. ബാബ മുഴുവൻ ലോകത്തെയും സതോ പ്രധാനമാക്കി മാറ്റുന്നു. അതിലൂടെ
തത്വങ്ങളും സതോ പ്രധാനമായി മാറുന്നു. ഇത് പരമാത്മാവിൻ്റെ ജോലിയാണ്. അപ്പോൾ സർവോദയ എന്ന വാക്കിനർത്ഥം എത്ര വലുതാണ്! എല്ലാവരിലും ദയ കാണിക്കുന്നു. സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുമ്പോൾ ആരും ദുഃഖിയായി മാറുന്നില്ല. സത്യുഗത്തിൽ ഒന്നാന്തരമായ ഫർണിച്ചറുകളും വൈഭവങ്ങളുമാണ് ലഭിക്കുന്നത്. ദുഃഖം നൽകുന്ന മൃഗങ്ങളും ഈച്ചകളും ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അവിടെയും വലിയ ആളുകളുടെ വീട്ടിൽ എത്ര ശുദ്ധിയായിരിക്കും! നിങ്ങൾക്കൊരിക്കലും അവിടെ ഈച്ചയെ കാണാൻ സാധിക്കില്ല. കൊതുകുകളൊന്നും കയറില്ല. സ്വർഗത്തിലേക്ക് വരാൻ ഒന്നിനും ധൈര്യമില്ല. അഴുക്കാക്കുന്ന ഒരു വസ്തുവും ഉണ്ടായിരിക്കുകയില്ല. പ്രകൃതിദത്തമായ പൂക്കളുടെ സുഗന്ധമുണ്ടായിരിക്കും. ബാബ നിങ്ങൾക്ക് സൂക്ഷ്മവതനത്തിൽ പഴച്ചാറ് കുടിപ്പിക്കുന്നു. എന്നാൽ സൂക്ഷ്മവതനത്തിൽ ഒന്നും തന്നെ ഇല്ല. ഇതെല്ലാം സാക്ഷാത്കാരമാണ്. വൈകുണ്ഠത്തിൽ എത്ര നല്ല നല്ല പൂക്കളും പൂന്തോട്ടങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക. സൂക്ഷ്മവതനത്തിൽ പൂന്തോട്ടമൊന്നും കാണിച്ചിട്ടില്ല. ഇതെല്ലാം സാക്ഷാത്കാരമാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ടാണ് സാക്ഷാത്കാരം കാണുന്നത്. ഗീതവും വളരെ ഒന്നാന്തരമാണ്. നമുക്ക് ബാബയെ ലഭിച്ചു കഴിഞ്ഞു. പിന്നെ എന്താണ് വേണ്ടത്? പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്തെടുക്കുന്നുവെങ്കിൽ ബാബയെ ഓർമ്മിക്കണം. ബാബയുടെ മതവും പ്രസിദ്ധമാണ്. നമ്മൾ ശ്രീമതത്തിലൂടെ ശ്രേഷ്ഠത്തിലും വെച്ച് ശ്രേഷ്ഠമായി മാറും. ബാക്കി എല്ലാവരുടെയും ആസുരീയ മതമാണ്. സത്യുഗത്തിൽ സദാ സുഖമുണ്ടായിരുന്നു എന്നവർക്കറിയില്ല. ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. അവരാണ് ചെറുപ്പത്തിൽ രാധയും കൃഷ്ണനും ആയിരുന്നത്. എന്നാൽ അവരുടെ ചരിത്രമൊന്നുമില്ല. സ്വർഗത്തിൽ എല്ലാ കുട്ടികളും വളരെ ഒന്നാന്തരമായിരിക്കും. അവിടെ ചഞ്ചലതയുടെ കാര്യമൊന്നുമില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ഈ പഴയ ലോകത്തിൽ നിന്നും മുഖം തിരിച്ചു എങ്കിൽ മായ തൻ്റെ വശത്തേക്ക് മുഖം തിരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അശ്രദ്ധയും കാണിക്കരുത്. ശ്രീമതത്തിൻ്റെ അവജ്ഞ ചെയ്യരുത്. ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്ത് എടുക്കണം. 2. ബാബയിൽ തൻ്റേതായതെല്ലാം സ്വാഹ ചെയ്ത് പക്ക അവകാശിയായി മാറി സത്യുഗത്തിലെ എയർ കണ്ടീഷൻ ടിക്കറ്റ് എടുക്കണം. ലക്ഷ്യം ബുദ്ധിയിൽ വെച്ച് പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: സ്വസ്ഥിതിയിലൂടെ സർവപരിതസ്ഥിതികളെയും നേരിടുന്ന അവ്യക്തസ്ഥിതിയുടെ അഭ്യാസിയായി ഭവിക്കട്ടെ. അവ്യക്തസ്ഥിതിയുടെ അഭ്യാസത്തിൻ്റെ ശീലമുണ്ടെങ്കിൽ സ്വസ്ഥിതിയിലൂടെ എല്ലാ പരിതസ്ഥിതികളെയും നേരിടാൻ സാധിക്കും. മാത്രമല്ല, ഈ ശീലം വിചാരണ നടപടികളിൽ നിന്നും രക്ഷിക്കും. അതിനാൽ ഈ അഭ്യാസത്തെ സ്വാഭാവികവും സ്വഭാവവുമാക്കൂ. അപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ ആരംഭിക്കും. എന്തുകൊണ്ടെന്നാൽ എപ്പോൾ നേരിടുന്നവർ സ്വസ്ഥിതിയിലൂടെ ഓരോ പരിതസ്ഥിതിയെയും നേരിടാനുള്ള ശക്തി ധാരണ ചെയ്യുന്നുവോ അപ്പോൾ കർട്ടൻ തുറക്കും. ഇതിനു വേണ്ടി പഴയ ശീലങ്ങളിൽ നിന്ന്, പഴയ സംസ്കാരങ്ങളിൽ നിന്ന്, പഴയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണ വൈരാഗ്യം വേണം. സ്ലോഗൻ: സ്വയത്തെ നിമിത്തമായ ചെയ്യുന്നവനെന്ന് മനസ്സിലാക്കൂ. എങ്കിൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും ക്ഷീണം അനുഭവപ്പെടില്ല. മാതേശ്വരി ജിയുടെ അമൂല്യ മഹാവാക്യം: മനുഷ്യലോകം, ദേവലോകം, ഭൂതപ്രേതങ്ങളുടെ ലോകത്തിൻ്റെ വിസ്താരം. ധാരാളം മനുഷ്യർ ചോദിക്കാറുണ്ട്,
ഈ അശുദ്ധ ജീവാത്മാക്കൾ ആരെയാണോ പ്രേതമെന്ന് പറയുന്നത്, ഇത് സത്യമാണോ അതോ കൽപ്പനയാണോ അതോ കൽപ്പിതമാണോ? ഇതിൽ ഇന്ന് സ്പഷ്ടമായി മനസ്സിലാക്കി തരുന്നു. മനുഷ്യാത്മാവ് എപ്പോൾ വികർമ്മം ചെയ്യുന്നോ അപ്പോൾ അനേക പ്രകാരത്തിലുള്ള ശിക്ഷകൾ തീർച്ചയായും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അനുഭവിക്കേണ്ടത് മനുഷ്യജന്മത്തിൽ തന്നെയാണ്, അല്ലാതെ പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ ജന്മത്തിലല്ല. മനുഷ്യൻ മാത്രമാണ് ആകുന്നത്. മനുഷ്യാത്മാവ് വേറെയാണ്, മൃഗങ്ങളുടെ ആത്മാവ് വേറെയാണ്. മനുഷ്യനൊരിക്കലും മൃഗമായി മാറുന്നില്ല, മൃഗത്തിനൊരിക്കലും മനുഷ്യനായി മാറാനും സാധിക്കില്ല. അവർക്ക് അവരുടേതായ ലോകമാണ്, ഈ മനുഷ്യാത്മാക്കൾക്ക് അവരുടേതായ ലോകമാണ്. സുഖ ദുഃഖം അനുഭവിക്കുന്നതിൻ്റെ കഴിവ് മനുഷ്യരിലാണ് കൂടുതൽ, അല്ലാതെ മൃഗങ്ങളിലല്ല. എപ്പോൾ നമ്മൾ ശുദ്ധകർമ്മം ചെയ്യുന്നതിലൂടെയുള്ള സുഖം മനുഷ്യ ശരീരത്തിൽ തന്നെ നേടുന്നോ എങ്കിൽ ദുഃഖവും തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ തന്നെ വന്നാണ് അനുഭവിക്കേണ്ടത്. ഈ ജ്ഞാനം കേൾക്കുന്നതിനുള്ള ബുദ്ധിയും മനുഷ്യ ശരീരത്തിൽ മാത്രമാണ് ഉള്ളത്, അല്ലാതെ മൃഗങ്ങളിലല്ല. അതുകൊണ്ട് ഈ സൃഷ്ടി ക്രീഡയിൽ മുഖ്യ പാർട്ട് മനുഷ്യൻ്റേതാണ്. ഈ പക്ഷി മൃഗാദികൾ ഈ സൃഷ്ടി നാടകത്തിൻ്റെ അലങ്കാരം പോലെയാണ്. മുഴുവൻ കൽപ്പത്തിൻ്റെയും ഉള്ളിൽ സത്യുഗ ആദി മുതൽ കലിയുഗ അന്ത്യം വരേക്കും മനുഷ്യാത്മാക്കൾക്കുള്ളത് 84 ജന്മങ്ങളാണ്. ബാക്കി ഈ 84 ലക്ഷം വൈവിധ്യത്തിലുള്ള പക്ഷി മൃഗാദികൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഈ എല്ലാ രഹസ്യങ്ങളും പരമാത്മാവിനല്ലാതെ ആർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ആത്മാക്കളുടെ നിവാസസ്ഥാനം ബ്രഹ്മതത്വം അഥവാ നിരാകാരി ലോകമാണ്. ബാക്കി ഈ മൃഗങ്ങളുടെ ആത്മാക്കൾക്ക് ബ്രഹ്മതത്വത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അവർ ഈ ആകാശതത്വത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് പാർട്ട് അഭിനയിക്കുന്നത്. അവർക്കും ഗുപ്തവും പ്രത്യക്ഷവുമാകുന്നതിൻ്റെ സതോ രജോ തമോയിലേക്ക് വരുന്നതിൻ്റെ പാർട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രകൃതിയുടെ വളരെ വിസ്താരത്തിലേക്ക് പോകാതെ ആദ്യം നമ്മുടെ ആത്മാവിൻ്റെ മംഗളം ചെയ്യാം. അർത്ഥം മന്മനാ ഭവ. ഇപ്പോൾ മനുഷ്യ ആത്മാവിലേക്ക് വരികയാണെങ്കിൽ ആത്മാക്കൾ അശുദ്ധ കർമ്മം ചെയ്യുന്നതിലൂടെ വികർമ്മം ഉണ്ടാക്കുന്നു. അവർ തൻ്റെ അശുദ്ധ സംസ്കാരങ്ങൾക്കനുസരിച്ച് ജനന മരണത്തിൻ്റെ ചക്രത്തിലേക്ക് വന്ന് ആദി മധ്യ അന്ത്യം അർത്ഥം മരിക്കുന്ന സമയം സ്വയം ചെയ്ത വികർമ്മങ്ങളുടെ സാക്ഷാത്കാരം നേടി സൂക്ഷ്മത്തിൽ ശിക്ഷ അനുഭവിക്കുന്നു. ഈ കുറഞ്ഞ സമയത്തിൽ അനേക ജന്മങ്ങളുടെ ദുഃഖമായി അനുഭവപ്പെടുന്നു. പിന്നീട് ശരീരം ഉപേക്ഷിച്ചു പോയി ഗർഭജയിലിൽ ദുഃഖം അനുഭവിക്കുന്നു. പിന്നീട് സംസ്കാരമനുസരിച്ച് അങ്ങനെയുള്ള മാതാപിതാവിൻ്റെ അടുത്ത് ജന്മമെടുത്ത് അവിടെയും തൻ്റെ ജീവിതത്തിൽ സുഖദുഃഖം അനുഭവിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് ആദി മധ്യ അന്ത്യം. എന്നാൽ ചില ആത്മാവ് ശരീരം ധാരണ ചെയ്യാതെ ആകാരി രൂപത്തിൽ ഈ ആകാശതത്വത്തിൻ്റെ ഉള്ളിൽ പ്രേതമായി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതും ഒരു ശിക്ഷയാണ്, അർത്ഥം അനുഭവിക്കലാണ്. ആ അശുദ്ധ ജീവാത്മാവിനോടൊപ്പം ആർക്കെങ്കിലും കണക്കുകളുണ്ടെങ്കിൽ അവരിൽ പ്രവേശിച്ച് ദുഃഖം നൽകുന്നു. അർത്ഥം കണക്കുകളെല്ലാം തീർപ്പാക്കിയ ശേഷം പോയി തൻ്റെ ശരീരം എടുക്കുന്നു. ചില ജീവാത്മാവ് ആരിലാണോ പ്രവേശിക്കുന്നത് അവരെ വളരെ മർദ്ദിക്കുകയും ചെയ്യുന്നു, വളരെ കഷ്ടം നൽകുന്നു. എന്നാൽ ഇതും കണക്കുകൾക്കുള്ളിൽ അനുഭവിക്കുന്നതിൻ്റെ ഒരു തരമാണ്. ഈ എല്ലാ സുഖ ദുഃഖത്തിൻ്റെ അനുഭൂതികളും മനുഷ്യ ശരീരത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്.
ഇത് താങ്കൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഏത് ആത്മാവാണോ മുക്തിധാമത്തിൽ നിന്ന് ഈ സാകാരി കളിയിലേക്ക് വരുന്നത്, അവർക്ക് ഇടയ്ക്ക് വെച്ച് തിരിച്ചു മുക്തിധാമത്തിലേക്ക് പോകാൻ സാധിക്കില്ല. എന്നാൽ സ്വയം ചെയ്ത അശുദ്ധ ശുദ്ധ കർമ്മങ്ങൾക്കനുസരിച്ച് സംസ്കാരമെടുത്ത് ദുഃഖസുഖത്തിന്റെ ചക്രത്തിലേക്ക് വരുന്നു. എല്ലാ ആത്മാക്കളുടെയും പുനർജന്മമുണ്ടാകുന്നു. കേവലം ഒരു പരമാത്മാവിന് ഉണ്ടാകുന്നില്ല. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന: സദാ ഹർഷിതമായി ഇരിക്കുന്നതിന് വേണ്ടി തന്റെ സ്വഭാവം സരളമാക്കൂ, സഹനശീലരാകൂ. ബാപ്ദാദയ്ക്ക് ഏറ്റവും പ്രിയം ശുദ്ധമായ ഹൃദയമുള്ളവരോടാണ്. ശുദ്ധ ഹൃദയമുള്ളവർ ബാപ്ദാദയുടെ ഹൃദയ സിംഹാസനധാരികളാണ്. അവർ വൃത്തിയിലും ദൃഷ്ടിയിലും വാക്കിലും സംബന്ധ സമ്പർക്കത്തിലും സരളതയും സ്പഷ്ടതയും ഒരേപോലെ കാണിക്കും. സരളതയുടെ അടയാളമാണ് ഹൃദയവും ബുദ്ധിയും വാക്കും ഒരേപോലെ. മനസ്സിലൊന്ന്, വാക്കിൽ വേറെ. ഇത് സരളതയുടെ ലക്ഷണമല്ല. സരള സ്വഭാവമുള്ളവർ സദാ വിനയചിത്തർ, നിരഹങ്കാരി, നിസ്വാർത്ഥികളായിരിക്കും. അവർ സരളചിത്തർ, സരളമാനി, സരളവൃത്തി, സരളദൃഷ്ടിക്കാരായിരിക്കും. ഓം ശാന്തി.